നമസ്കാരം. യുഎസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.1%, S&P 500 0.27%, അതുപോലെ നാസ്ഡാക്ക് 0.47% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ സംബന്ധിച്ചുള്ള മീറ്റിംഗ് ഉണ്ട്. ഇന്നലെ യുഎസ് മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു വോളറ്റാലിറ്റി കാണിച്ചിരുന്നു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കഴിഞ്ഞ ദിവസം ഒട്ടും താഴുന്നില്ല. ഏതാണ്ട് $103 തന്നെയാണ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട റീസൺ എല്ലാവർക്കും അറിയാവുന്ന യുദ്ധം തന്നെയാണ്. യുദ്ധത്തിനകത്ത് UAE പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അവരുടെ എക്സ്പോർട്ട് ചെയ്യുന്ന ഫുജറിയ തുറമുഖത്തിൽ പൂർണ്ണമായിട്ടും ഹോൾട്ട് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഇറാന്റെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും അതുപോലെ തന്നെ അവരുടെ ബാസിൽ എന്ന് പറയുന്ന സൈനിക മേധാവിയും ഇസ്രായേൽ വധിച്ചു. അതേ തുടർന്ന് നല്ല രീതിയിലുള്ള ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉണ്ടായി. അവരുടെ എനർജി മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികളെല്ലാം നല്ല രീതിയിൽ ആക്രമിക്കുന്ന തരത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ഇവര് പ്രൊഡക്ഷൻ കുറയ്ക്കുകയും മറ്റും ചെയ്യുന്നത്. അപ്പോൾ ഇതേ തുടർന്ന് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ക്രൂഡിന്റെ പ്രൈസ് ഒട്ടും തന്നെ താഴുന്നില്ല. ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷയായിരിക്കാം അമേരിക്കൻ മാർക്കറ്റ് ഇതുപോലെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി മറ്റ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇറാൻ വെടിനിർത്തലിനുള്ള പ്രപ്പോസൽ നിരസിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഡ്രോൺ മാനുഫാക്ചേഴ്സിന് ഒരു ഇൻസെന്റീവ് PLI സ്കീം കൂടാതെ ഒരു ഇൻസെന്റീവ് സ്കീം ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ യുദ്ധത്തിലൊക്കെ ഡ്രോണിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയായിരിക്കാം അത് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് മിക്ക ബാങ്കുകളും ഫിനാൻഷ്യൽ ഏജൻസികളും ഇന്ത്യയുടെയൊക്കെ GDP വളർച്ച വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. ഈ ക്രൂഡ് ഓയിലിന്റെ ഇമ്പാക്ടിനെ തുടർന്നാണ് ഗോൾഡ്മാൻ സാക്സ്, അതുപോലെ ANZ റിസർച്ച് അനലിസ്റ്റ്, അതുപോലെ SBIയുടെ റിപ്പോർട്ടും ഒക്കെ ഇത്തരത്തിലാണ് വരുന്നത്. ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് തുടരും എന്ന് മുഖ്യ സാമ്പത്തിക സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോർമൂസ് കടലെടുക്ക് യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയിലായിരിക്കില്ല എന്ന തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നൊരു കമന്റ് വരുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. മറ്റൊന്ന്, റിലയൻസ് ജിയോ IPO ആയിട്ട് മാർച്ച് മാസത്തിൽ വരുന്നു. TCS NVIDIA-യുമായി കൊളാബറേറ്റ് ചെയ്ത് TCS റാപ്പിഡ് ആക്ഷൻ AI എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുന്നുണ്ട്. ഇനി ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും PPI ഇൻഫ്ലേഷൻ ഡേറ്റയുമാണ് അമേരിക്കയിൽ നിന്ന് വരാനുള്ളത്. ഇനി ഇന്ത്യയും യുഎസും തമ്മിലുള്ള ട്രേഡ് ഡീല്, പുതിയ താരിഫ് കാര്യങ്ങളിലൊക്കെ ഒരു സമവായത്തിന് ശേഷം സൈൻ ചെയ്യുമെന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, റിലയൻസ് ഏതാണ്ട് 3 ബില്യൺ ഗ്രീൻ അമോണിയ ഡീല് സാംസങ്ങുമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആൽക്കലൈൻ അമൈൻ അവരുടെ പ്ലാന്റ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി വാർ അഫക്ട് ചെയ്യുന്നത് ഫെർട്ടിലൈസർ ഇമ്പോർട്ടിനെയാണ്. ഫെർട്ടിലൈസർ ഇമ്പോർട്ടിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കാർഷിക വിളകളെയും ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. യുദ്ധം വീണ്ടും മുറുകുന്നു. അപ്പോൾ തീർത്തും ക്യാപിറ്റൽ ഇല്ലാത്തവർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ. അല്ലാത്തവർ ചെറിയ സ്റ്റോക്കുകൾ, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് ശ്രദ്ധിക്കുക. താങ്ക് യു.